നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള മറവത്തൂർ എന്ന സ്ഥലത്ത്. മറവൂർ എന്ന പ്രദേശം ഇത് ഇതിന് ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. ആനകൊട്ടാപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ശിലായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ വീടുകൾ, അന്ന് അവർ വസിച്ചിരുന്ന വീടുകൾ മുനിയറ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ മുനിയറകളൊക്കെ നമുക്ക് കാണാം, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഇത് ശിലായുഗത്തിലെ മനുഷ്യൻ താമസിച്ചിരുന്ന മുനിയറ ഉള്ള ഒരു പ്രദേശമാണ്. ഇത് നമ്മുടെ മറയൂര് സ്ഥലപ്പേരെന്നെ ഓക്കെ. ഇത് കണ്ടില്ലേ, ഇത് വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും നല്ല ഒരു പ്ലസന്റ് ക്ലൈമറ്റാണ്. വെയിലുണ്ടെങ്കിലും ചെറിയ തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് കൂടുതൽ മഞ്ഞും തണുപ്പുണ്ടായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും വളരെ കോൺട്രാസ്റ്റ് ആണ്, എല്ലാം വളരെ വ്യക്തമാണ്. ചുറ്റും മലയാണ്. ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ കേരളത്തിൻ്റെ ബോർഡറാണിത്, മറയൂരാണ്. നമുക്ക് വേറെ സ്ഥലമില്ല. ഇതിന് ഏകദേശം 40-30 കിലോമീറ്റർ മൂന്നാറിന് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. കണ്ടില്ല, ഈ പാറയിലൊക്കെ ഒരു കിടപ്പ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിള് എനിക്കറിയില്ല, എങ്കിലും ഒരു ടെമ്പിളാണ്. രാമക്ഷേത്രമാണിത്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഏകദേശം ആ കാണുന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ശിലായുഗത്തിലുള്ള മുനിയറ. ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊന്ന് കൂടുതൽ വ്യക്തതയിലേക്ക് ക്യാമറ നമുക്ക് പോകാം. ഇങ്ങനെ ചെറിയ പാറക്കല്ലുകൾ ഉണ്ടോ, ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് നില ഇങ്ങനെ. ഇതാണ് അന്നത്തെ മേക്കിംഗ്. അന്നത്തെ എത്രയോ ആൾക്കാർ കൂടിയിട്ടായിരിക്കും ഒരു കല്ല് എടുത്ത് ഇങ്ങനെ റൂഫ് പണിതിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രത്യേകതരം ഈ ചാറ്, പച്ചിലയുടെ ചാറ് പിഴിഞ്ഞ് ഈ പാറയുടെ പുറത്ത് ഒഴിച്ചിട്ട് അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു ലെയറായിട്ട് ആ പാറ ഇങ്ങനെ പൊളിഞ്ഞു വരും. ആ പൊളിഞ്ഞു വരുന്ന പാറ എടുത്തിട്ട് 2-3 പീസുകളായിട്ട് ഇതുപോലെ മണ്ണിലേക്ക് കുഴിച്ച് വെച്ചിട്ട് 4 പീസ് 4 സൈഡുകളിലായിട്ട് 4 പീസുകൾ കുഴിച്ച് വെക്കുന്നു. മേളിൽ റൂഫായിട്ട് ഇത് വെക്കുന്നു. അന്ന് രാത്രി ആ മനുഷ്യൻ കിടന്ന് ഉറങ്ങിയിരുന്ന അവരുടെ വീടാണിത്. ഏകദേശം 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ നിന്നും അവർ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു രീതി ഇതാണ്. ഇപ്പോൾ ഇതിന്നും നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർക്കാർ ഇതിനെ കെയർ ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ സംരക്ഷണ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു സ്റ്റാഫാണ് ഈ ചേട്ടൻ്റെ നമസ്കാരം ചേട്ടൻ. ഈശ്വർ എന്ന ചേട്ടനാണ് നമ്മുടെ ഈ മുനിയറയുടെ ഈ പരിസരത്തിൻ്റെ ഒരു സംരക്ഷണ ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താം? ഇതിനടുത്ത് വിലയിരുത്താനായിട്ട് നമുക്ക് ഏതൊരു എവിഡൻസുകളും ഇല്ലാത്ത ഒരു രീതിയാണ്. പിന്നെ എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. മുനിയറ എന്ന് പറയുമ്പോഴത്തേന് പല രീതിയിലാണ് പറയപ്പെടുന്നത്. ഏതാണ് ശരി എന്നുള്ളത് ഇതുവരെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. വഴികളിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മുനിയറുകളിൽ എണ്ണിയാൽ തീരാത്ത മുനിയറുകളാണ്. അത് അങ്ങനെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അന്നത്തെ കാലത്തിലുള്ള മനുഷ്യരുടെ ഒരു വീട് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതൊന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ടൊന്ന് കാണാൻ പറ്റും. ഹലോ, നമസ്കാരം. ഇല്ല, ഇതും ഒരു മുനിയറയാണ്. ശരിക്കും ഭൂമിക്ക് അടിയിലാണിത്. ഞാൻ മുമ്പേ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഇതും പാറക്കല്ല് കൊണ്ടുണ്ടാക്കി, ചുറ്റും പാറകൾ, താഴെ നല്ല തണുപ്പാണ് ഇതിനകത്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് രീതി. ഇതിൻ്റെ ഗുഹ പോലെയാണിത്. വളരെ ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് ഇതാണ് എൻ്റെ രീതി. ഇങ്ങനെ പോകാൻ സംഭവം. ഓക്കെ. 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ നിന്നും അവർ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു രീതി ഇതാണ്. ഇപ്പോൾ ഇതിന്നും നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർക്കാർ ഇതിനെ കെയർ ചെയ്യുന്നു. എന്നിരുന്നാലും ഇതൊരു അത്ഭുതം തന്നെയാണ്. അവശേഷിപ്പ് പുരാതനമായിട്ടുള്ള വീടുകളുടെ ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾപ്പെട്ടാണ് മറയൂരുള്ള ഈ നമ്മുടെ ഈ കാണുന്ന മുനിയറ. താങ്ക് യു.